വെൽക്കം, റഹ്മാനാണ്. ഈ വീഡിയോ DNA റെപ്ലിക്കേഷൻ ഓഫ് യൂക്കാരിയോട്ടിക് DNA റെപ്ലിക്കേഷനെ പറ്റിയാണ്. സോ DNA റെപ്ലിക്കേഷനെ പറ്റിയുള്ള ജനറൽ കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ ജനറൽ പ്രിൻസിപ്പിൾസ്, ഫീച്ചേഴ്സ് ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഓൺലി ദ പ്രോസസ്, റെപ്ലിക്കേഷൻ പ്രോസസ് മാത്രമാണ് പറയാൻ. നമ്മൾ പ്രൊകാരിയോട്ടിക് DNA റെപ്ലിക്കേഷൻ പറഞ്ഞതുപോലെ തന്നെയാണ് പറയാം. സോ ലൈക്ക് ഇൻ പ്രൊകാരിയോട്സ് ഇവിടെ നമ്മൾ 3 ഹെഡിങ്ങിലായിരിക്കും ഡിസ്കസ് ചെയ്യുക. വൺ ഈസ് ഇനീഷിയേഷൻ സ്റ്റെപ്പ് ആണായിരിക്കും ആദ്യം പറയാ. ദെൻ രണ്ടാമത്തെ ഇലോങ്ങേഷൻ ആയിരിക്കും, ഇലോങ്ങേഷൻ ഓഫ് DNA ആണ്. മൂന്നാമത്തത് ടെർമിനേഷൻ. ഈ 3 ഹെഡിങ്ങിലായിരിക്കും നമ്മൾ പറയാം. നമുക്ക് ഇനീഷിയേഷനിൽ തുടങ്ങാം. യൂക്കാരിയോട്സിന്റെ DNA നമ്മൾ പ്രൊകാരിയോട്സിനെ അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ വളരെ വലുതാണെന്ന് ഞാൻ പറഞ്ഞാൽ വളരെ ലെങ്ത് കൂടുതലാണ്. പ്രോസസ് ലോ ആണ്. ഒരു 50 ന്യൂക്ലിയോടൈഡ്സ് പെർ സെക്കൻഡ് ഒക്കെ ഉള്ളൂ പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്പീഡ്. സോ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, അപ്പൊ ഇതിന് കൗണ്ടർ ചെയ്യാനായിട്ട് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ നമുക്ക് ധാരാളം വേണം. ഏകദേശം 30,000 മുകളിലുണ്ട്. 30,000 to 50,000 ഒറിജിൻസ് ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇൻ യൂക്കാരിയോട്സ് ഇറ്റ് ഹാസ് മൾട്ടിപ്പിൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ആൻഡ് ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിൽ ദർ വിൽ ബി കോൺസെൻസസ് സീക്വൻസ് ഉണ്ടാവും. കോൺസെൻസസ് സീക്വൻസസ് നമ്മൾ പ്രൊകാരിയോട്സിലും ഇത് പറഞ്ഞു, ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് ഉണ്ടായിരിക്കും. ആൻഡ് ഇതിന് നമ്മൾ ഓട്ടോണമസ്ലി റെപ്ലിക്കേറ്റിംഗ് സീക്വൻസസ് എന്ന് പറയാറുണ്ട്. ആൻഡ് ഇവിടെ ധാരാളം എന്തായിരിക്കും ഉണ്ടാവുക? അഡിനിനും തൈമിനും ആണ്. മറ്റേ അവിടത്തെ പോലെ തന്നെയാണ്, പ്രൊകാരിയോട്സിൽ പോലെ തന്നെയാണ്. അഡിനിനും തൈമിനും ചേർന്ന ബേസ് പെയർ AT എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ ബോണ്ടേ ഉള്ളൂ. പൊട്ടിക്കാൻ സുഖമാണ്, ഈസി ആയിട്ട് കുറെ കൂടി പൊട്ടിക്കാൻ. സിയും ജിയും തമ്മിലാണെങ്കിൽ പൊട്ടിക്കാൻ പാടാണ്. 3 ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ട്. ആൻഡ് ഈ എല്ലാ റെപ്ലിക്കേഷൻ സെന്ററിനെയും കൂടി ചേർത്തിട്ട് നമുക്ക് റെപ്ലിക്കേറ്റേഴ്സ് എന്നും വിളിക്കാറുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ് ഒറിജിൻ റെക്കഗ്നിഷൻ കോംപ്ലക്സ്. ഇതൊരു 6 പ്രോട്ടീൻ ചേർന്നിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ്. ആൻഡ് ഈ പ്രോട്ടീന് ഈ ഒറിജിനിൽ വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നതാണ് ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം. ആൻഡ് ഇതെല്ലാം നടക്കുന്നത് G1 ഫേസ് ഓഫ് ദ സെൽ സൈക്കിൾ ആണ്. അപ്പോൾ G1 ഫേസിൽ പ്രധാനമായിട്ടും ഈ റെപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ എൻസൈംസ്, പ്രോട്ടീൻസ് എല്ലാം സിന്തസൈസ് ചെയ്യുക. അതിനുശേഷം ഇതിനങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് അത് റെപ്ലിക്കേഷൻ പ്രോസസ്സിലുള്ള ഇനീഷിയേഷൻ. സോ ഇതെല്ലാം ചേർത്തിട്ട് അപ്പൊ നമുക്ക് ഇതിനെ പ്രീ ഇനീഷിയേഷൻ ഫേസ് എന്ന് നമുക്ക് പറയാം. സോ പ്രീ ഇനീഷിയേഷൻ ഫേസ് ആണ് ഇനീഷിയേഷനിലെ ആദ്യത്തെ ഫേസ്. സോ പ്രീ ഇനീഷിയേഷൻ ഫേസിൽ ആദ്യം ഒറിജിൻ റെക്കഗ്നിഷൻ കോംപ്ലക്സ്, ഇത് നമ്മുടെ DNA നമുക്ക് തൽക്കാലം ഇങ്ങനെ വരയ്ക്കാം. ഒറിജിൻ റെക്കഗ്നിഷൻ കോംപ്ലക്സ് വന്ന് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, സപ്പോസ് ഇതാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എങ്കിൽ ഇവിടെ വന്നിട്ട് ഒറിജിൻ റെക്കഗ്നിഷൻ കോംപ്ലക്സ് ORC വന്ന് ഒട്ടിച്ചേരുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് ഇതിലേക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇതിലേക്ക് CDC6 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഇവിടെയുമായിട്ട് CDC6 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ വന്ന് ഒട്ടിച്ചേരും. ആൻഡ് ഇതിന്റെ അടുത്ത ഫേസിൽ CDC6 ഒട്ടിച്ചേരുമ്പോഴത്തേക്കും പുതുതായിട്ട് മറ്റൊരു പ്രോട്ടീൻ, അതിന്റെ പേര് CDT1 എന്നുള്ള, CDT1 എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും കൂടി വന്ന് ഒട്ടിച്ചേരും. സോ CDC6 ആൻഡ് CDT1 അപ്രോപ്പറായിട്ടാണ് ഒട്ടിച്ചേരുക. ആൻഡ് ഈ 2 പ്രോട്ടീനെയും കൂടി ചേർത്തിട്ട് നമ്മൾ ലൈസൻസിങ് ഫാക്ടർ എന്ന് പറയും, ലൈസൻസിങ് ഫാക്ടേഴ്സ് എന്ന് പറയാറുണ്ട്. ആൻഡ് ദിസ് ഈസ് ഈക്വലന്റ് ടു DNA A ആൻഡ് DNA C ആണ് ഇൻ പ്രൊകാരിയോട്സ്. സോ ഇനിയാണ് ഹെലിക്കേസ് എന്ന് നമ്മൾ പ്രൊകാരിയോട്സിൽ പഠിച്ച DNA B യുടെ ഈക്വലന്റ് ആയിട്ടുള്ള സംഭവം ഇവിടെ വന്നൊട്ടിച്ച്. ആൻഡ് ഇവിടെ അവന്റെ പേര് ദിസ് ഈസ് കോൾഡ് ആസ് MCM റിംഗ് 2 to 7 അപ്പുറവും ഇപ്പുറവും വന്നൊട്ടിച്ചിട്ടുണ്ട്. MCM റിംഗ് 2 to 7 ആണ്. MCM 2 to 7 എന്നായിരിക്കും നമ്മൾ വിളിക്കുക. ആൻഡ് ഇത് മൊത്തം DNA സ്ട്രാൻഡിനെ മൊത്തം കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത്രയും ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്നതാണ് പ്രീ റെപ്ലിക്കേറ്റീവ് കോംപ്ലക്സ്. സോ പ്രീ റെപ്ലിക്കേറ്റീവ് കോംപ്ലക്സ് എന്ന് പറയുന്ന സംഭവമാണ്. ഇപ്പോഴും G ഫേസിലാണ്. അപ്പൊ ഇതിനെ ഇനി നമുക്ക് ആക്ടിവേറ്റഡ് ആക്കണം. ആക്ടിവേറ്റഡ് ആകുമ്പോഴേ ഇവർ പണി തുടങ്ങൂ. സോ ഇവിടെ ജോലി എന്ന് പറഞ്ഞാൽ DNAയുടെ ഈ സ്ട്രാൻഡ്സിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് റെപ്ലിക്കേറ്റീവ് ബബിൾ ഫോർമേഷൻ ആണ്. സോ ഈ സ്റ്റെപ്പ് എന്ന് പറയുന്ന അപ്പോൾ ഹെലിക്കേസ്. സോ ദിസ് ഈസ് ഈക്വലന്റ് ടു ഹെലിക്കേസ് ആണ്. ഹെലിക്കേസ് ലോഡിംഗ് DNA സ്ട്രാൻഡ്സിലേക്ക് ഹെലിക്കേസ് ലോഡിംഗ് സ്റ്റെപ്പ് ആണിത്. അപ്പൊ നമുക്ക് പ്രീ റെപ്ലിക്കേറ്റീവ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിനെ ഹെലിക്കേസ് ലോഡിംഗ് സ്റ്റെപ്പ് എന്നുകൂടി നമുക്ക് ഇതിനെ പറയാം. ഈ സമയം സെൽ ഡിവിഷനുള്ള കാര്യങ്ങൾ നടക്കുകയാണല്ലോ. സോ സെൽ ഡിവിഷന്റെ ഫേസ് കൂടിയാണല്ലോ ഈ S ഫേസ്. അവിടെയാണല്ലോ DNA റെപ്ലിക്കേറ്റ് ചെയ്യുക. സോ സെല്ലിനകത്ത് പലവിധ സൈക്ലിൻസ് എന്ന് പറയുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ദെൻ സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസസുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് സൈക്ലിൻ
സൈക്ലിൻ ഡി ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെ കൂടെ CDK കോംപ്ലക്സ് ഉണ്ടാവുന്നുണ്ട്, CDK4 ആണ്. ദെൻ പിന്നെ സൈക്ലിൻ DB ആൻഡ് CDK2, സൈക്ലിൻ B ആൻഡ് CDK2 കോംപ്ലക്സ് ഉണ്ടാവുന്നുണ്ട്, സൈക്ലിൻ E വെച്ച് കോംപ്ലക്സ് ഉണ്ടാവുന്നുണ്ട്, സൈക്ലിൻ A വെച്ചിട്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള പല കോംപ്ലക്സുകൾ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ദീസ് കോംപ്ലക്സുകൾ പലവിധ പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുകയും പലവിധ പ്രോട്ടീനുകളെ നശിപ്പിക്കുകയും ഇനാക്ടിവിറ്റി എല്ലാം ചെയ്യുന്ന പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇതിന്റെ ഒപ്പം. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. സോ ഇങ്ങനെ ഉണ്ടാകുന്ന വിവിധ പ്രോട്ടീനുകൾ ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് അത്യാവശ്യമുള്ളതെന്ന് ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. SLD2 ബുക്കൊക്കെ കാണുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് SLD3, DPB11 ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. പ്രോട്ടീൻസ് ആണ് ഇതൊക്കെ. ഇതുമ്പോൾ വന്ന് ഒട്ടിച്ചേരുന്നുണ്ട് കേട്ടോ. ആൻഡ് ഈ പ്രീ റെപ്ലിക്കേഷൻ കോംപ്ലക്സിൽ ഒട്ടിച്ചേരുന്ന ഈ പ്രോട്ടീൻ, ഞാൻ എല്ലാ പേരൊന്നും എഴുതുന്നില്ല, ജസ്റ്റ് വേണമെങ്കിൽ SLD2, SLD3, DPB ഒക്കെ ജസ്റ്റ് വർക്ക് എവിടത്തുണ്ട്, ഇതൊക്കെ ഒട്ടിച്ചേരുന്നുണ്ട്. പക്ഷെ അടുത്ത രണ്ടുപേരും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ പേര് ഞാൻ ഇവിടെ എഴുതാം, CDC45 ആൻഡ് ജിൻസ് കോംപ്ലക്സ് എന്ന് പറയുന്ന, അതും ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്നുണ്ട്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. സോ ഇപ്പോൾ പ്രീ റെപ്ലിക്കേഷൻ കോംപ്ലക്സിൽ അതിന്റെ ചില ഭാഗങ്ങൾ കൂടി ആക്റ്റീവ് ആകുമ്പോഴത്തേക്കും, ഫോസ്ഫോറിലേഷൻ വഴി ആക്റ്റീവ് ആകുമ്പോഴത്തേക്കും, CDKs വഴി ആക്റ്റീവ് ആകുമ്പോഴത്തേക്കും CDC45 ആൻഡ് ജിൻസ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് കൂടി അവിടെ വന്ന് ഒട്ടിച്ചു. സോ നൗ ഇതെല്ലാം ഇപ്പോൾ DNA ഹെലിക്കേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ആൻഡ് ദിസ് നൗ ഫോംസ്. ഇപ്പോഴത്തേക്ക് ഇത് ആക്ടിവേഷൻ ആയി തുടങ്ങി. ഇത് DNA ബബിൾ ഫോർമേഷനിലേക്ക് നയിക്കും. ആൻഡ് ഇത്രയും സംഭവങ്ങളൊക്കെ ഒട്ടിച്ചേരുമ്പോഴത്തേക്കും ഇപ്പോൾ ജിൻസും ഇവരൊക്കെ വരുമ്പോഴത്തേക്കും ഈ SLD ഒക്കെ വിട്ടു പോകാറുണ്ട്. സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേര്, ഈ സംഭവത്തിനെല്ലാം കൂടി നമ്മൾ വിളിക്കുക CMG ഹെലിക്കേസസ് എന്നാണ്. CMG ഹെലിക്കേസസ് എന്ന് നമ്മൾ വിളിക്കും. സോ CMG എന്നൊക്കെ വിളിക്കാൻ കാരണമുണ്ട്. G ഫോർ ജിൻസ് ആണ്, ദെൻ M ഫോർ ദിസ് MCM ആണ്, C ഫോർ ദിസ് CDC45. സോ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ പേരെന്ന് ഓർത്തുക, CMG ഹെലിക്കേസസ് എന്നായിരിക്കും നമ്മൾ വിളിക്കുക. സോ ഇത് ആകുമ്പോഴത്തേക്കും now this is activated ആയി. Now this whole structure is get activated ആയി. ആൻഡ് ഇതിനെ ആക്ടിവേഷൻ ഓഫ് പ്രീ റെപ്ലിക്കേഷൻ കോംപ്ലക്സ്. സോ ഇപ്പോൾ നമ്മൾ ആക്ടിവേഷൻ ഓഫ് പ്രീ റെപ്ലിക്കേഷൻ കോംപ്ലക്സ് എന്ന് നമുക്ക് പറയാം. സോ അപ്പോൾ ഈ സ്റ്റെപ്പ് ആക്ടിവേഷൻ ഓഫ് പ്രീ റെപ്ലിക്കേഷൻ കോംപ്ലക്സ് ആണ്. അപ്പോൾ ജിൻസ് CDC45 ഒക്കെ വന്ന് ചേരുന്നു എന്ന് എഴുതാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ്, ആറാമത്തെ സ്റ്റെപ്പിൽ ഇവിടെ DNA സ്ട്രാൻഡ്സ് ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്ത് തുടങ്ങി അല്ലെ. സെപ്പറേറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ബബിൾ ഫോം ചെയ്ത് തുടങ്ങുമ്പോൾ അപ്പോൾ വീണ്ടും ഇവ തിരിച്ചൊട്ടി പിടിക്കരുത്. തിരിച്ചൊട്ടി പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ പ്രോകാരിയോട്സിൽ നമ്മൾ SSB പ്രോട്ടീൻ വന്നോട്ടി ചേരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ SSBക്ക് പകരം പുതിയൊരു പ്രോട്ടീൻ RPA എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്, റെപ്ലിക്കേഷൻ പ്രോട്ടീൻ A എന്ന് പറയുന്നതാണ് ഇവിടെ വന്നോട്ടിച്ചേരുക. സോ ദിസ് ഹെൽപ്സ് ഇൻ അൺവൈൻഡിങ് ആൻഡ് റെപ്ലിക്കേഷൻ ബബിൾ ഫോർമേഷന് കൂടുതലായിട്ട് സഹായിക്കുന്ന പ്രോട്ടീനാണ് RPA പ്രോട്ടീൻ. സോ RPA പ്രോട്ടീൻ അറ്റാച്ച്മെന്റ് എന്ന് എഴുതാം. ഹെൽപ്സ് ഇൻ അൺവൈൻഡിങ് ആൻഡ് റെപ്ലിക്കേഷൻ ബബിൾ ഫോർമേഷൻ. നമ്മൾ ഇവിടെ ഇങ്ങനെ അൺവൈൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ദിസ് ഹെലിക്കേസസ് ഓർ ദിസ് MCM പ്രോട്ടീൻ ഒക്കെ ഇവിടെ ഇങ്ങനെ ആക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത് ഇവിടെ കൂടുതൽ ടെൻഷൻ ഓർ ടോർഷൻ ഓർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലെ. ഇൻക്രീസ്ഡ് ടെൻഷൻ ഇവിടെ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ടൈപ്പ് 1 ടോപ്പോ ഐസോമറൈസസ്, ദെൻ ടൈപ്പ് 2 ടോപ്പോ ഐസോമറൈസസ് സോ എന്നിവ വന്നിട്ട് ഇത് DNA നിക്ക് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് ലിഗേസ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള പരിപാടി നടക്കുന്നുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ അങ്ങനെ ടോർഷൻ, ആ സ്ട്രെങ്ത്തും അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ കുറെ ഒഴിവാക്കാനായിട്ട് പ്രഷർ, സ്ട്രെയിൻ എല്ലാം ഇവിടെയുള്ള ഭാഗത്ത് റിമൂവ് ചെയ്യാം. സോ ഇതും ഇവിടെ നടക്കുന്നുണ്ട്. സോ MCM ഹെലിക്കേസസ് ഇങ്ങോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഈ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. സോ 7th സ്റ്റെപ്പായിട്ട് നമുക്ക് ഇത് എഴുതാം, അല്ലെങ്കിൽ ഇത് അവസാനം എഴുതിയാലും മതി. എന്തായാലും ടോപ്പോ ഐസോമറൈസിന്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഓൾറെഡി പ്രോകാരിയോട്സിൽ പറഞ്ഞതാണ്. സോ സെയിം സംഭവം തന്നെ. സോ MCM ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും അപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ, ഇവിടെ ഇങ്ങനെ DNA-യുടെ രണ്ട് സ്ട്രാൻഡ്സും തമ്മിൽ ഇങ്ങനെ വൈഡ്ലി സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് പെട്ടാമത്തെ പോയിന്റ് ആയിട്ട് റെപ്ലിക്കേഷൻ ഫോർ ഫോർമേഷൻ എന്ന് നമുക്ക് പറയാലോ. സോ ദിസ് ദ 8th സ്റ്റെപ്പ്. സോ ഇവിടെ മറ്റേ പ്രോട്ടീൻ ഉണ്ടാവും, ഏതാണ് RPA പ്രോട്ടീൻ വന്നിരിപ്പുണ്ടാവും. സോ അതാണ് സെപ്പറേറ്റ് ചെയ്ത് പിടിക്കുക. ഇവിടെ നമ്മുടെ സംഭവങ്ങൾ MCM പ്രോട്ടീൻ ഓർ ഹെലിസസ് ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഈ സ്റ്റാൻഡ് നമുക്കപ്പോൾ തൽക്കാലം 3' to 5' എന്നും ഇത് 5' to 3' എന്നും പറയാം. സോ ഇതാണ് പ്രോഗ്രസീവ് അൺവൈൻഡിങ് ഓഫ് DNA, റെപ്ലിക്കേഷൻ ഫോർ ഫോർമേഷൻ ആൻഡ് പ്രോഗ്രസീവ് അൺവൈൻഡിങ് ഓഫ് DNA എന്ന് നമുക്ക് പറയാം. അടുത്ത സ്റ്റെപ്പ്, 8th സ്റ്റെപ്പാണ്, ഞാൻ മറന്നുപോയി. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് DNA പോളിമറേസ് ആൽഫ ഇതാണ് വരുന്നത്. ആൻഡ് DNA പോളിമറേസ് ആൽഫയെ നമ്മൾ പോൾ ആൽഫ എന്നും സാധാരണ എപ്പോഴും വിളിക്കാറുണ്ട്. പോൾ എന്നാണ് നമ്മൾ വിളിക്കുക. ആൻഡ് ഇത് തന്നെയാണ് വേറെ പേര്, DNA പ്രൈമേസ് എന്നും പേര് ഇതിന് തന്നെയാണ്. സോ യൂകാരിയോട്സിലെ
പ്രൈമർ എന്ന് പറയുന്നത് നമ്മൾ പ്രോകാരിയോട്സിൽ കണ്ടതായിരുന്നു. അവിടെ RNA പ്രൈമർ ആയിരുന്നു. ഇവിടെ RNA പ്രൈമർ അല്ല. ഇവിടെ 10 ന്യൂക്ലിയോടൈഡ്സോളം RNA ആയിരിക്കും. ബാക്കി ഉള്ള ന്യൂക്ലിയോടൈഡ് DNA സ്ട്രാൻഡ്സ് കുറച്ചുണ്ടാക്കാനായിട്ട് പോൾ ആൽഫയ്ക്ക് പറ്റുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ കുറച്ച് DNA പ്രൈമർ കൂടി ഉണ്ടായി. സോ 10 to 20 ന്യൂക്ലിയോടൈഡ്സ് നീളത്തിൽ DNAയും കൂടി ഉണ്ടാക്കാനായിട്ട് ദിസ് പോൾ ആൽഫ അതിന് പറ്റും. സോ യൂകാരിയോട്സിൽ അപ്പോൾ പ്രൈമർ എന്ന് പറയുന്നത് RNA പ്ലസ് DNA ആണ്, അല്ലെങ്കിൽ RNA DNA ഹൈബ്രിഡ് ആണ്. സോ ഇതാണ് പ്രൈമർ. പ്രോകാരിയോട്സിൽ RNA പ്രൈമർ ആയിരുന്നു, ഇവിടെ RNA DNA ഹൈബ്രിഡ് പ്രൈമർ ആണ്. സോ അപ്പോ പോളിമറൈസ് ആൽഫയുടെ പണി എന്തൊക്കെയായിരുന്നു? 2 പണികളാണ്. ഒന്ന് പ്രൈമർ ഉണ്ടാക്കുക, അതാണ് ഒരു പരിപാടി. രണ്ടാമത്തേത് ആഡ് ന്യൂക്ലിയോടൈഡ്സ്. പ്രൈമറിന് ശേഷം RNA പ്രൈമറിന് ശേഷം ന്യൂക്ലിയോടൈഡ്സ് കുറച്ചും കൂടി ആഡ് ചെയ്യലും ഇതിന്റെ പണിയാണ്. സോ ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നതിന് മുമ്പ് ഇപ്പോഴത്തുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് നമുക്കൊന്ന് പറയാം. ലാഗിങ് സ്ട്രാൻഡ് എന്താണ്, ലീഡിങ് സ്ട്രാൻഡ് എന്താണെന്ന് നമുക്ക് പറയണം. സോ ഇവിടെ ഇപ്പൊ നമ്മൾ ഇത് 5 പ്രൈം ടു 3 പ്രൈം ആണ്. ഓക്കെ, അപ്പൊ DNA ഉണ്ടാക്കേണ്ടത് ഇവിടെയാണ്. അപ്പോ ദിസ് പ്രൈമർ ഇതിന്റെ 5 പ്രൈം ടു 3 പ്രൈം എന്ന് പറയുന്നത് ഇവിടെയാണ്. ആൻഡ് ഇതപ്പോ ലീഡിങ് സ്ട്രാൻഡ് ആണ്. ലീഡിങ് സ്ട്രാൻഡ് കാരണം DNA ഉണ്ടാക്കുന്നത് 5 പ്രൈമിൽ നിന്ന് 3 പ്രൈം ഡയറക്ഷനിൽ, ഈ ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടാക്കാനായിട്ട് പറ്റൂ. ഓക്കെ, അപ്പോ അടുത്ത സ്ട്രാൻഡ്, നെക്സ്റ്റ് സ്ട്രാൻഡ്, രണ്ടാമത്തെ സ്ട്രാൻഡിൽ ഇങ്ങനെയാണ് സംഭവങ്ങൾ പോവുക. ഇത് 3 പ്രൈം ടു 5 പ്രൈം സ്ട്രാൻഡ് ആണ്. അപ്പോൾ ഇവിടെ പ്രൈമർ എവിടെയായിരിക്കും ഇടുക? ഇത് വ്യത്യാസമൊന്നുമില്ല, നമ്മൾ മറ്റേതിനകത്ത് കണ്ട അതേ സെയിം തന്നെയാണ്. പ്രോകാരിയോട്സിൽ കണ്ട അതേ പരിപാടി തന്നെയാണ് ഇവിടെയും. ഇവിടെയാണ് പ്രൈമർ. മൾട്ടിപ്പിൾ പ്രൈമേഴ്സ് ആർ ദർ. ഇവിടെയും ധാരാളം പ്രൈമറുകൾ ഉണ്ട്, ഒരുപാട് പ്രൈമറുകൾ ഉണ്ടായിരിക്കും. സോ പ്രൈമറിന്റെ ഇതിന്റെ ഡയറക്ഷൻ ഇത് 5 പ്രൈം, ഇത് 3 പ്രൈം എന്തായിരിക്കും, 5 പ്രൈം 3 പ്രൈം എന്തായിരിക്കും, 5 പ്രൈം 3 പ്രൈം എന്തായിരിക്കും. സോ അപ്പൊ ഇത് ലാഗിങ് സ്ട്രാൻഡ് ആണ്. സോ ലാഗിങ് സ്ട്രാൻഡും ലീഡിങ് സ്ട്രാൻഡ്. സോ ഇവിടെ പ്രൈമർ ധാരാളം വേണം, ഇവിടെ ഒറ്റ പ്രൈമർ മതി. സോ സിംഗിൾ പ്രൈമർ. ഇവിടെ മൾട്ടിപ്പിൾ പ്രൈമേഴ്സ് ആണ് DNA പോളിമറൈസ് ലാഗിങ് സ്ട്രാൻഡിൽ വെക്കുന്നത്. പക്ഷെ ലീഡിങ് സ്ട്രാൻഡിൽ ഒറ്റ ഒരു പ്രൈമർ ആയിരിക്കും വെക്കുക. ഇവിടം വരെയാണ് ഇനീഷ്യേഷൻ സ്റ്റെപ്പ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇലോങ്ങേഷൻ ആണ്. ഇലോങ്ങേഷൻ ഓഫ് DNA ആണ് നമ്മൾ പറയാം. അപ്പൊ ഇവിടെ വരുന്ന 2 DNA പോളിമറൈസ് ആണ്. പുതുതായിട്ട് 2 DNA പോളിമറൈസ് വരുന്നുണ്ട്. ഒന്ന് DNA പോളിമറൈസ് പോൾ ഡെൽറ്റ ആണ്. രണ്ടാമത്തത് DNA പോളിമറൈസ് പോൾ എപ്സിലോൺ. പോൾ ഡെൽറ്റ പോൾ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ, DNA പോളിമറൈസ് എന്ന അർത്ഥം തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എളുപ്പത്തിന് വേണ്ടി ഞാൻ പറയുന്നത്. സോ അപ്പൊ ഇവിടെ മുതൽ സെക്കൻഡ് സ്റ്റേജ് ആയി ഇലോങ്ങേഷൻ സ്റ്റേജ് തുടങ്ങുകയാണ്. നമുക്ക് ആദ്യം അപ്പോൾ ലീഡിംഗ് സ്ട്രാൻഡിലെ കാര്യം നോക്കാം. ലീഡിംഗ് സ്ട്രാൻഡ് ഇത് 5 പ്രൈം ടു 3 പ്രൈം ആണ്. ആൻഡ് ഇതാണ് DNA RNA ഹൈബ്രിഡ് ആയിട്ടുള്ള പ്രൈമർ ഇതാണ്. സോ ഇവിടെ കുറച്ച് DNA ആരുണ്ടാക്കിയിട്ടുണ്ട്? ഇവിടെ DNA ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് DNA പോളിമറൈസ് ആൽഫ വഴി കുറച്ച് 10 to 20 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി പുതുതായിട്ടുള്ള ഇവിടെ അങ്ങ് പിടിപ്പിച്ച് പോയാൽ മതി. സോ ഇത് അല്ലെങ്കിലും ഈസിയാണ്, ലീഡിംഗ് സ്ട്രാൻഡിലെ കാര്യങ്ങൾ ഈസിയാണ് നമുക്കറിയാം. ആൻഡ് ഇത് ചെയ്യുന്നത് ഈ DNA പോൾ എപ്സിലോൺ ആണ്. സോ എപ്സിലോൺ വന്നിട്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് ചെയ്യുക. സോ ഇവിടെ പോൾ എപ്സിലോൺ ആണ് കാര്യങ്ങൾ ചെയ്യുക. പോൾ എപ്സിലോൺ ലാഗിങ് സ്റ്റാൻഡിൽ പിടിച്ചു കഴിഞ്ഞാൽ സോ ഇവിടെ കോഡ് അനുസരിച്ച് ഇവിടെ A ആണെങ്കിൽ അപ്പൊ T പോയി സെലക്ട് ചെയ്യും, ഇവിടെ പിടിപ്പിക്കും, ഇത് ഇവിടെ ഇങ്ങനെ പിടിപ്പിക്കും. സോ ഈസിയാണ് കാര്യങ്ങൾ. എങ്കിലും നമുക്ക് പോൾ എപ്സിലോൺ ഇവിടെ ചേർന്നിരിക്കാനായിട്ട് കുറച്ച് ആൾക്കാരുടെ സഹായം കൂടി ആവശ്യം. അത് ഇവിടെ പോൾ ഡെൽറ്റ പിടിച്ചാലും നമുക്ക് സഹായം ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ രണ്ടും കൂടി ചേർത്തിട്ടാണ് തൽക്കാലം എപ്സിലോണിന്റെ കാര്യത്തിൽ അങ്ങ് പറഞ്ഞു പോകാം. ഇതിന്റെ പേര് PCNA എന്നാണ്. സോ പോൾ എപ്സിലോൺ, ഇത് പോൾ എപ്സിലോൺ ആണെങ്കിൽ ഇത് ഇങ്ങനെ PCNA എന്നാണ് ഇതിന്റെ പേര്. പ്രോലിഫറേറ്റിംഗ് സെൽ ന്യൂക്ലിയർ ആന്റിജൻ എന്നാണ് പേര്. സോ പോൾ എപ്സിലോയും ഡെൽറ്റയും ഇവിടെയും ഞാൻ ജസ്റ്റ് വരച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോൾ ഡെൽറ്റ. ഇവിടെയും പിടിക്കുന്നുണ്ട് എന്നങ്ങോട്ട് മനസ്സിലാക്കുക. സോ PCNA ഇവിടെ പിടിക്കുന്നുണ്ട്. സോ ഇതാണ് പോളിമറൈസേഷൻ ഓഫ് DNAക്ക് സഹായിക്കുന്നത്. ഈ പോൾ എപ്സിലോണും പോൾ ഡെൽറ്റയാണ്. പക്ഷെ PCNAയുടെ കൂടി സഹായം ആവശ്യമാണ്. PCNAയുടെ പണി എന്ന് വെച്ചാൽ പോൾ എൻസൈംസിനെ ഈ സ്ട്രാൻഡിൽ ഇങ്ങനെ നിലനിർത്തുക എന്നുള്ളതാണ്. സോ ദിസ് ഇസ് എ ക്ലാമ്പ് പ്രോട്ടീൻ ആണ്. ക്ലാമ്പ് പ്രോട്ടീൻ എന്ന് നമുക്ക് ഓർ ഫോർ ലോഡിംഗ് ദിസ് DNA പോളിമറൈസ്. എപ്സിലോൺ ഇവിടെയാണ്, ഇവിടെ ഡെൽറ്റ, ഇതിനെ തട്ടേക്കയറ്റുക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ടു ദ സ്ട്രാൻഡ്. ആൻഡ് ഇതിന് വേറൊരു പ്രോട്ടീന്റെയും കൂടി സഹായം ആവശ്യമാണ്. PCNA ഒറ്റയ്ക്കല്ല, PCNAയുടെ കൂടെ RFC പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൂടിയുണ്ട്. സോ ഇത് പ്രൈമറും ന്യൂക്ലിയോടൈഡും തമ്മിലുള്ള ഈ കണക്ഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കാനായിട്ട് വരുന്ന ആളാണ്. സോ ഇവിടെ 2 പ്രോട്ടീനുകൾ ഈ പോളിമറൈസിന്റെ കൂടെ ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. വൺ ഈസ് PCNA ആൻഡ് സെക്കൻഡ് ഈസ് RFC. സോ RFC നോക്കുന്നത് പോളിമറൈസ്, ഇവിടെ എപ്സിലോൺ, ഇവിടെ ഡെൽറ്റ, ഇത് കൃത്യമായിട്ട് ഒട്ടിച്ചേരുന്നുണ്ടോ എന്ന് നോക്കാനുള്ള പ്രോട്ടീനാണ് RFC. ഇത് തട്ടയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും ഇങ്ങനെ ഇതിലെ കൂടി പോകാനുമുള്ള പ്രോട്ടീനാണ് PCNA.
അപ്പോൾ നമ്മളിവിടെ ലീഡിംഗ് സ്ട്രാൻഡിന്റെ കാര്യം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇനി പോൾ എപ്സിലോണും PCNAയും കൂടി ക്ലാമ്പും കൂടി ചേർന്നിട്ട് ഇങ്ങനെ അങ്ങ് പോകും. പതിയെ പതിയെ ഇങ്ങനെ പോയി പുതിയ ഓരോന്നെടുത്ത് ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ അങ്ങ് പോകുന്നു. പുതിയ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് കൃത്യമായി പുതിയ സ്ട്രാൻഡിൽ ഒട്ടിച്ചേരും. സോ ഇതിനപ്പം അടുത്ത ഫംഗ്ഷൻ ഇത് എപ്സിലോൺ ആണ്. എപ്സിലോണിന്റെ അടുത്ത ഫംഗ്ഷൻ ഈ പ്രൂഫ് റീഡിങ്ങും കൂടി ഇതിന് ചെയ്യാനായിട്ട് പറ്റും. സോ പോളിമറൈസസ് ഇതിനും ആൻഡ് ഓൾസോ ഇതിനും രണ്ടിനും പ്രൂഫ് റീഡിംഗ് ഫംഗ്ഷൻ കൂടിയുണ്ട്. ആൻഡ് പുതിയൊരു കണ്ടുപിടുത്തം അനുസരിച്ച് ഇവിടെ ഡെൽറ്റയ്ക്കും ഇവിടെ ഫംഗ്ഷൻ ഉണ്ട് എന്നാണ് കണ്ടുപിടുത്തം. പണ്ടത്തെ പുസ്തകങ്ങളിലൊക്കെ ഓൺലി എപ്സിലോൺ ആണ്. ഇപ്പൊ അതല്ല, എപ്സിലോൺ ആൻഡ് ഡെൽറ്റ രണ്ടുപേരും കൂടി ചേർന്നിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ ലാഗിംഗ് സ്ട്രാൻഡിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ലാഗിംഗ് സ്ട്രാൻഡിൽ DNA പോളിമറൈസ് ചെയ്യുന്നത് പോൾ ഡെൽറ്റ ആണ്. ഓക്കെ, പോൾ ഡെൽറ്റ ആണ്. ആൻഡ് ഇതാണ് ലാഗിംഗ് സ്ട്രാൻഡ്. സോ ധാരാളം പ്രൈമർ ഉണ്ട്. ഇതൊരു പ്രൈമർ, ഇതൊരു പ്രൈമർ, ഇതൊരു പ്രൈമർ, ഇങ്ങനെ അങ്ങ് പ്രൈമറുകൾ ധാരാളമുണ്ട്. സോ പ്രൈമറിന്റെ 5' to 3'. ആൻഡ് ഇവിടെയാണ് അപ്പൊ DNA നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കേണ്ടത്. സോ പോൾ ഡെൽറ്റ ഇവിടെ വന്നിട്ടാണ് DNA എടുക്കുക, പുതിയ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടാക്കുക. ഇതനുസരിച്ച് ഇവിടെ പിടിപ്പിക്കുക, ഇവിടെ പിടിപ്പിക്കുക, ഇവിടെ പിടിപ്പിക്കുക, ഇവിടെ പിടിക്കുക, ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോകുക. സോ ഇതാണ് DNA പുതിയ ഉണ്ടാക്കിയത്. ഇതെന്താണ്? ഇത് പ്രൈമർ ആണ്. പ്രൈമർ എന്ന് പറയുമ്പോഴത്തേക്കും RNAയും DNAയും കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രൈമർ ആണ്. സോ അപ്പൊ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ DNA സ്ട്രാൻഡ്സ് കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് സ്ട്രാൻഡ്സ് ആണ്. അതിന് നമ്മൾ എന്ത് വിളിക്കും? ഒക്കാസാക്കി സ്ട്രാൻഡ്സ് എന്നോ ഒക്കാസാക്കി ഫിലമെന്റ്സ് എന്നോ ഒക്കെ നമുക്ക് വിളിക്കാനായിട്ട്. സോ വാട്ട് ഈസ് ദിസ് ഒക്കാസാക്കി? ഒക്കാസാക്കി സ്മോൾ ഫ്രാഗ്മെന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂസ്ലി സിന്തസൈസ്ഡ് DNA ഇൻ ദ ലാഗിംഗ് സ്ട്രാൻഡ്സ്. സോ യൂകാരിയോട്സിൽ ഇതിന്റെ നീളം എത്ര ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ നീളം 150 to 200 ബേസ് പെയറാണ്. നമ്മൾ പ്രോകാരിയോട്സിൽ എത്രയാണ് കണ്ടത്? പ്രോകാരിയോട്സിൽ 1000 to 2000 ബേസ് പെയർ ഉണ്ടായിരുന്നു എന്നുകൂടി നമ്മൾക്കൊന്ന് ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സിന്റെ നീളം അത്ര ഉണ്ടായിരുന്നു. ഇവിടെ വളരെ ചെറുതാണ്. സോ ലീഡിംഗ് സ്റ്റാൻഡിൽ ഒറ്റയടിക്ക് ഇവിടെ ഒറ്റയടിക്ക് അങ്ങ് DNA ഉണ്ടാക്കി അങ്ങ് പോവുകയാണ്. ഒറ്റയടിക്ക് നോൺ സ്റ്റോപ്പ് ആണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഉണ്ടാക്കി, ഇവിടെ ഉണ്ടാക്കി, ഇവിടെ ഉണ്ടാക്കി, അങ്ങനെയാണ് ഉണ്ടാക്കി പോകുന്നത്. സോ ഇവിടുത്തെ കോംപ്ലിമെന്ററി കോപ്പിയുടെ ഇടയിൽ ആരുണ്ട്? ഇടയിൽ നമുക്ക് ആവശ്യമില്ലാത്ത പ്രൈമേഴ്സ് ഉണ്ട്. സോ ഈ പ്രൈമേഴ്സ് മാറ്റണം. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ ഇങ്ങനെ ലാഗിംഗ് സ്റ്റാൻഡ് വളഞ്ഞു വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ വരച്ചപ്പോൾ അറിയാതെ അങ്ങ് വരച്ചു പോയതാണ്, ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാണ്. അത് പ്രോകാരിയോട്സിലാണ് അങ്ങനെ പോവുക. ഓക്കെ, സോ പടന്ന് പറ്റി, അതാകെ കൺജസ്റ്റഡ് ആയി. സോ ഇത് നമുക്ക് 5' to 3'. ഇതാണ് പ്രൈമർ ഇൻ ദ ലീഡിംഗ് സ്ട്രാൻഡ്, ഇതാണ് ലാഗിംഗ് സ്ട്രാൻഡ്. ഓക്കെ, സോ ലീഡിംഗ് സ്റ്റാൻഡിൽ RNA പ്രൈമർ ഇത് മാറ്റാനായിട്ട് നമുക്ക് RNAs എന്ന് പറയുന്ന RNAs എന്ന് പറയുമ്പോൾ തന്നെ RNA നശിപ്പിക്കുകയാണ്. സോ ഇതുവഴി അങ്ങ് നശിപ്പിച്ച് കളയാം നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത്. ഓക്കെ, ലാഗിംഗ് സ്റ്റാൻഡിൽ ഇത് ചെയ്യാനായിട്ട് നമുക്ക് FEN1 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ വെച്ചിട്ട് ബൈ ഫ്ലാപ്പ് മെത്തേഡ് എന്നാണ് തന്നെ പറയാം. ഫ്ലാപ്പ് മെത്തേഡ് വഴിയായിരിക്കും ഇത് റിമൂവ് ചെയ്യും. സോ ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക, ഈ ഭാഗം FEN1 വഴി ഇതും ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കളയുക. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പോളിമറൈസ് ഡെൽറ്റയുടെയും കൂടി സഹായം വേണം. കാരണം ഇവിടെ പോളിമറൈസ് ചെയ്യുന്നത് പോളിമറൈസ് ഡെൽറ്റ ആയിരുന്നു, അല്ലെങ്കിൽ DNA ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പോളിമറൈസ് ഡെൽറ്റ ആണ്. ആൻഡ് ദിസ് ക്യാൻ ഡൈജസ്റ്റ്, ഇതിന് ഈ ഭാഗം നശിപ്പിച്ച് കളയാൻ പറ്റും. ആൻഡ് അപ്പൊ ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ ഗ്യാപ്പിൽ ആര് ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടാക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇയാൾ തന്നെ ഉണ്ടാക്കും. പോളിമറൈസ് ഡെൽറ്റ വീണ്ടും ഇപ്പൊ ഞാൻ പച്ച കളറിലാണ് വരച്ചത്, പച്ച എടുക്കാം. ഇവിടെ ഇങ്ങനെ ഈ ഗ്യാപ്പിൽ ഇവിടെ പുതിയ ആൾക്കാരെ പിടിപ്പിക്കുകയും ഇയാൾ ചെയ്തു. സോ പോളിമറൈസ് ഡെൽറ്റ ഇയാൾക്ക് ഈ ഭാഗത്തും കൂടി ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇപ്പൊ എന്തായി സംഭവം? ഇവിടെയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇവിടെയൊക്കെ ഇത് വെട്ടിമാറ്റുകയും ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ഇവിടെയും ഞാൻ ഫസ്റ്റ് ഇങ്ങനെ വരയ്ക്കാം, DNA ഓക്കെ ആയി. സോ കോംപ്ലിമെന്ററി കോപ്പി റെഡിയായി. സോ പോളിമറൈസ് ഡെൽറ്റയ്ക്ക് എന്തുണ്ട്? പ്രൂഫ് റീഡിംഗ് കപ്പാസിറ്റി. ഇതിനെ പോലെ തന്നെ പ്രൂഫ് റീഡിംഗ് കപ്പാസിറ്റി ഇതിന് ഉണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ഫിൽ ദ ന്യൂക്ലിയോടൈഡ്സ്. അപ്പൊ ഇനി ഫൈനൽ സ്റ്റേജ് ആണ്. ഫൈനൽ സ്റ്റേജിനെ നമുക്ക് ടെർമിനേഷൻ സ്റ്റേജ് എന്നാണ് നമ്മൾ വിളിക്കുക. ടെർമിനേഷൻ സ്റ്റേജ്. സോ ഈ ടെർമിനൽ ഏരിയയുടെ ഭാഗങ്ങൾ എങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യും എന്നുള്ളത് ഒരു പ്രശ്നമാണ്. സോ ഇതാണ് ടെർമിനൽ റെപ്ലിക്കേഷൻ പ്രോബ്ലം ഓഫ് യൂകാരിയോട്സ് എന്ന് നമ്മൾ. ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നത് രണ്ടുപേരാണ്. ഒന്ന് ടീലോമിയേഴ്സ് ആണ്. ടീലോമിയർ, നമ്മൾ ക്രോമസോമിന്റെ അടിവശത്ത് ടീലോമിയർ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ആൻതർ എൻസൈം ആണ് ടീലോമിറേസ് എന്ന് പറയുന്ന ടെലോമിറേസ് എന്ന് പറയുന്ന എൻസൈം. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ പ്രശ്നം സോൾവ് ചെയ്യുക. സോ എലോങ്ങേഷൻ കഴിഞ്ഞ് തീരുമ്പോൾ ഈ ടെർമിനൽ എൻഡിൽ ഉണ്ടാകുന്ന പുതിയ DNA അവിടെ നമുക്കൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. സോ ഡോട്ടർ DNA കോംപ്ലിമെന്ററി സ്റ്റാൻഡിനേക്കാൾ ഇത്തിരി നീളക്കുറവാണ്. ഇപ്പൊ ഉദാഹരണം നോക്കിയതാ, ഈ സ്റ്റാൻഡിൽ ഇവിടെ നോക്കുക, ഇതങ്ങടെ വെട്ടിക്കണ്ടിച്ച് കളഞ്ഞാൽ നീളം കുറവാണ്. ഇപ്പുറത്തും ഇതേപോലെ നീളം കുറവായിരിക്കും. സോ 5' എൻഡിൽ ഒരു ഇച്ചിരി നീളം കുറവായിട്ട് ഇരിപ്പുണ്ടാകും. ഇപ്പോൾ രണ്ടിന്റെയും 5' എൻഡിൽ 5'
ഡാഷ് ഞാൻ അറിയാതെ പറഞ്ഞു പോണാണ്. 5 പ്രൈം എൻഡിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ ഇതിന് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഈ ടെംപ്ലേറ്റിന് തന്നെ ഇച്ചിരി നീളം കൂട്ടുക എന്നുള്ള ഇതാണ് പരിപാടി. ടെംപ്ലേറ്റിന് കുറച്ച് നീളം കൂട്ടുക. സോ ടെംപ്ലേറ്റ് ഓഫ് ദ DNA 3 പ്രൈം എൻഡിൽ കുറച്ച് നീളം ഇവിടെയും കൂട്ടുക, ഇവിടെയും ഇച്ചിരി നീളം അങ്ങോട്ട് കൂട്ടുക, അൺനെസസറി കുറച്ച് നീളം അങ്ങോട്ട് കൂട്ടുക. സോ അത് അവിടെ നമ്മൾ ടീലോമിയർ എന്ന് പറയുന്ന സംഭവമായിരിക്കും പിടിപ്പിക്കുക. സോ ഇവിടെ നമുക്ക് ടീലോമിയേഴ്സ് അവിടെ അങ്ങ് പിടിപ്പിക്കും. സോ ടീലോമിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഇൻഫർമേഷൻ, ഒരു ഇൻഫർമേഷനും ഇല്ലാത്ത നോൺ ഇൻഫർമേഷൻ ആൻഡ് നോൺ കോഡിങ് റിപ്പീറ്റ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണെന്ന് വെച്ചാൽ കണ്ട അലവലാതി സീക്വൻസുകളെല്ലാം വെറുതെ ചുമ്മാ കുറെ സീക്വൻസ് അങ്ങോട്ട് വിളിക്കുക. നമ്മൾക്ക് അതിനെ ജങ്ക് DNA എന്ന് വിളിക്കാം. ആൻഡ് ഈ ജങ്ക് DNA ആണെങ്കിലും അതിനൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ എഴുതി കഴിഞ്ഞാൽ TTAGGG ഇങ്ങനെയുള്ള 6 ന്യൂക്ലിയോടൈഡ് റിപ്പീറ്റ്സ് ആയിരിക്കും. സോ ഈ അറ്റത്ത് കൊണ്ടുവന്നിട്ട് ടെലോമറേസ് എന്ന് പറയുന്ന എൻസൈം ഇങ്ങനെ അങ്ങോട്ട് വെക്കും. ആൻഡ് ഇവിടെ ദർ ആർ സം ഇൻട്രിൻസിക് RNA പ്രൈമർ ഭാഗമുണ്ട്. സോ ടെലോമറേസ് എന്ന് പറയുന്ന എൻസൈമിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള DNA-യുടെ ന്യൂക്ലിയോടൈഡ്സ് അവിടെ പിടിപ്പിക്കാനായിട്ട്. ഓക്കെ, സോ ദിസ് എൻസൈം ഈസ് വാട്ട്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ആണ്. RNA ഡിപെൻഡന്റ് DNA പോളിമറൈസ് ആക്ടിവിറ്റി ഉണ്ട്. സോ അപ്പൊ ഇതിന്റെ പരിപാടി എന്ന് വെച്ചാൽ ഈ ചെയിൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെ ഒരു സംഭവം കൊണ്ട് ഒരു കോഡ് കൊണ്ട് കൊടുക്കുക, അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള കോഡുകൾ ഇവിടെ ഇങ്ങനെ പിടിപ്പിക്കുക. സോ സംഭവം എന്തായി? DNA ഈ ഭാഗം എക്സ്റ്റെൻഡ് ചെയ്ത് വരികയാണ്. സോ ദിസ് അലൗസ് ദ ടെലോമറേസ് അലൗസ് ദ DNA ടു മൂവ്, അല്ലെ DNA ടു എക്സ്റ്റെൻഡ്, വലുതാകാനായിട്ട് സഹായിക്കുന്നത്. DNA-യുടെ അറ്റത്തിന്റെ നീളം കൂടിക്കൊണ്ടേ ഇരിക്കും. സോ പക്ഷേ ആ DNA നല്ല DNA ആണോ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഒന്നുമില്ല. ഇറ്റ് ഈസ് ജങ്ക് DNA ആണ്. സോ ഇതിനെന്താ ഒരു പ്രശ്നം വെച്ചാൽ സെൽസ് ഇങ്ങനെ പലതവണ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ അറ്റത്തെ ഈ ജങ്ക് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. സോ ഇതൊരു ഏജിങ്, അല്ലെ വയസ്സാവും തോറും ജങ്ക് DNA ഒരാളിൽ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളത് ഒരു ഫാക്ടറാണ്, ഏജിങ്ങിനെ കാണിക്കുന്ന ഒരു ഫാക്ടറാണ്. ആൻഡ് അവസാനം ഇതിന്റെ അറ്റത്ത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു ഫാക്ടർ ഉണ്ട്, TRF1 ആൻഡ് TRF2 എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൂടി പിടിപ്പിക്കും. ആൻഡ് ഇതിനാണ് നമ്മൾ T ലൂപ്പ് എന്ന് പറയും. സോ T ലൂപ്പ് കൊണ്ടുവന്ന് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ഈ ഭാഗം ഇതുമായിട്ടൊന്നും അടുത്ത ഭാഗമായിട്ടൊന്നും റിയാക്ട് ചെയ്യത്തില്ല. സോ 3' എൻഡ് അതോടുകൂടി ക്ലോസ്. ക്രോമസോംസ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദ T. സോ പ്രൊകാരിയോട്സ് പറഞ്ഞുകൊണ്ട് യൂകാരിയോട്സ് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങ് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ പല ഏരിയയും. സോ എൻസൈംസ് മാത്രമേ ഉള്ളൂ വ്യത്യാസം. സോ നമ്മൾ DNA റെപ്ലിക്കേഷൻ ഭാഗം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പ്രോസസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.